പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇഷ്ടംപോലെ ട്രാവൽ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകും നമുക്ക് എങ്ങനെയാണ് ട്രാവൽ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനാണ്, അതും ലൈറ്റ് റൂം ഉപയോഗിച്ച്. ഞാനപ്പോൾ ഇതോടൊപ്പം തന്നെ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആണ്, നിങ്ങളപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആ പാസ്വേഡിന് വേണ്ടി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ എക്സ്പോഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അപ്പം ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 30 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ്സ് ഒരു 30 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. ഷാഡോസ് ഏകദേശം ഒരു 18 വരെ ഞാൻ ഇവിടെ കുറയ്ക്കുവാണ്. അതിനുശേഷം വൈറ്റ്സ് ഏകദേശം ഒരു 10 വരെ കൂട്ടുക. പിന്നെ ബ്ലാക്ക്സ് ഒരു 40 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു കെയർ അവിടെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൻ്റെ നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 6 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് ടിൻറ്റ് ഒരു 2 വരെ കൂട്ടാം. വൈബ്രൻസ് ഏകദേശം ഒരു 14 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാച്ചുറേഷൻ ഒരു 30 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് ഞങ്ങൾ മിക്സ് ടൂളിലേക്ക് പോകാം. മിക്സ് ടൂളിൻ്റെ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് റെഡ് സെലക്ട് ചെയ്ത ശേഷം സാച്ചുറേഷൻ ഏകദേശം ഒരു 90 വരെ നമുക്ക് കൂട്ടാം. ഇനി അടുത്ത ഓറഞ്ചിലേക്ക് പോവാം. ഓറഞ്ചിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഹ്യൂ 4 വരെ കൂട്ടുക. സാച്ചുറേഷൻ ഒരു 20 വരെ നമുക്ക് കൂട്ടാം. ലൂമിനൻസ് ഒരു 10 വരെ. ഇനി അടുത്ത് യെല്ലോ സെലക്ട് ചെയ്യുക. യെല്ലോൻ്റെ അകത്ത് സാച്ചുറേഷൻ ഒരു 46 വരെ നമുക്ക് കൂട്ടാം. ഇനി അടുത്ത് ഗ്രീൻ എടുക്കുക. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഹ്യൂ ഏകദേശം ഒരു 21 വരെ നമുക്ക് കൂട്ടാം. സാച്ചുറേഷൻ ഏകദേശം ഒരു 75 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 50 വരെ നമുക്ക് കൂട്ടാം. ഇനി അടുത്തത് അക്വ സെലക്ട് ചെയ്യുക. അക്വ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഹ്യൂ ഏകദേശം ഒരു 30 വരെ നമുക്ക് കൂട്ടാം, അല്ല കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 40 വരെ നമുക്ക് കൂട്ടാം. അതിനുശേഷം ബ്ലൂ സെലക്ട് ചെയ്യുക. ബ്ലൂ ഏകദേശം ഹ്യൂ ഒരു 51 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 47 വരെ നമുക്ക് കൂട്ടാം. ലൂമിനൻസ് ഏകദേശം ഒരു 58 വരെ നമുക്ക് കൂട്ടാം. നമ്മുടെ കളർ ഗ്രേഡിങ് കണ്ടിട്ടുണ്ട്, നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്തത് ഞങ്ങൾ എഫക്ട്സിലേക്ക് പോവാം. കളറിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ടൂളാണ് എഫക്ട്സ് ടൂള്. അതിൻ്റെ നമുക്ക് ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 15-16 റേഞ്ചിലാണ് ഞാൻ ഇപ്പം ക്ലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. DHS ഒരു പൊടിക്ക് കൂട്ടുകയാണ്. അതിനുശേഷം വിഗ്നേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ സ്പ്ലിറ്റ് ഓണിലേക്ക് പോവുക. സ്പ്ലിറ്റ് ഓണിനകത്ത് നമുക്ക് ഹൈലൈറ്റ്സിൻ്റെ അകത്ത് ഷാഡോസ് ഏകദേശം ഒരു 209 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം.
സാച്ചുറേഷൻ ഏകദേശം ഒരു 19 വരെയും നമ്മളിപ്പോൾ ഏകദേശം ആ റേഞ്ച് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാളും കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഞാൻ ഇപ്പോൾ ലൈറ്റ്സിലേക്ക് പോകുന്നുണ്ട്. എക്സ്പോഷർ ഒരു പൊടിക്ക് കൂട്ടുവാണ്. അപ്പം നമ്മുടെ എഡിറ്റിങ് ഏകദേശം കണ്ടിട്ടുണ്ട്. നമുക്കിനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം.